സഹൃദയരെ, ഇത് പിത്ത ശേഷ്മ ക്ഷയം, അതായത് പിത്തത്തിൽ കഫം കയറി കഫത്തിൽ നിന്ന് പിന്നെയും ക്ഷയം എന്ന് പറയുന്ന രോഗത്തിലോട്ട് പോണ ഒരവസ്ഥയാണ്. അതിനു വേണ്ടിയുള്ളതാണ് ഈ ചീലാന്തിപ്പട്ട നെയ്യ്. ഇതിനെ ചീലാന്തി എന്നും പൂവരസ് എന്നും പറയും. പൂവരസ് പട്ടയും ചീലാന്തിപ്പട്ടയും ഒന്നാണ്. ഇതിനെ വെട്ടിയെടുക്കുകയാണ്. ഇതെടുത്താണ് ഈ പിത്ത സ്ലേർപ്പന ക്ഷയത്തിന് മരുന്നുണ്ടാക്കുന്നത്. ഇത് പ്രഷർ വരുന്നുമ്പേ ഉള്ള ഒരു തലച്ചുറ്റ്, കണ്ണുമശക്കം, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് രോഗലക്ഷണങ്ങൾ. ബലക്ഷയം, പിന്നെ തളർച്ച, ആ രോഗത്തിനാണ് ഈ മരുന്ന് ചെയ്തെടുക്കുന്നത്. അതിന് ചീലാന്തിപ്പട്ട മുഖ്യ ഒരു ഔഷധമാണ്. ആർക്കും അറിയില്ല, രോഗനിദാനങ്ങൾ പഠിക്കുന്നവർ നോക്കിയെടുക്കും. ഇതാണ് ചീലാന്തിപ്പട്ട. ചീലാന്തിപ്പട്ട ഇനി എടുത്തുകൊണ്ട് വന്ന് ഉണക്കി കരിന്തൊലി ചെത്തിയിട്ട് പിന്നെ ഔഷധമാക്കുകയാണ്. സഹൃദയരെ, ഇതാ പിത്തശ്ലേർപ്പന ക്ഷയത്തിനുള്ള നെയ്യാണ് ചെയ്യണത്. പൂവരസും പട്ട നെയ്യ്. ഇത് പൂവരസ് കഷായമാണ്. പൂവരസും പട്ട കഷായം. ഇതാ ഇനി അടുത്തതിൽ നെയ്യ് ഒഴിക്കാൻ പോവുകയാണ്. ഇത് തലച്ചുറ്റ്, തളർച്ച, കൈകാല് കഴപ്പ് ഇങ്ങനെയൊക്കെയുള്ള അസുഖത്തിനുള്ളതാണ് നെയ്യ്. പിത്തശ്ലേർപ്പന ക്ഷയത്തിനുള്ള നെയ്യ് റെഡിയാക്കുകയാണ്. ഇതാ കഷായം ഒഴിച്ച് നെയ്യ് ഒഴിക്കുകയാണ്. കഷായവും നെയ്യും കൂടി ഒന്നിച്ച് ചേർന്ന് അവസാനം വെറും നെയ്യ് മാത്രമായി കിട്ടും. ഇത് വറ്റി വരുമ്പോഴത്തേക്ക് കുടിക്കാനുള്ള നെയ്യാവും. പിത്ത സ്ലേർപ്പന ക്ഷയം എന്ന് പറയുന്ന ഒരു അസുഖമാണ് ശരീരത്ത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ തലച്ചുറ്റ്, കൈകാല് കഴപ്പ്, കണ്ണ് മശക്കം, തളർച്ച, ഇങ്ങനെയുള്ള രോഗങ്ങളാണ് ശരീരത്ത് അനുഭവപ്പെടുന്ന രോഗലക്ഷണങ്ങൾ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നെയ്യാണ് ഇത്. സഹൃദയരെ, ഇതാ പൂവരസും പട്ട നെയ്യായി ഇറക്കാനുള്ള പരുവമായി കഴിഞ്ഞ്. ഇത് പിത്ത സ്ലേർപ്പന ക്ഷയത്തിനുള്ള നെയ്യാണ്. ഇതുകൊണ്ട് തലച്ചുറ്റ്, കണ്ണുമശക്കം, കൈകാല് കഴപ്പ്, തളർച്ച, പിന്നെ കണ്ണിന് ഇരുട്ട് കയറക്കം, ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ പൂവരസും പട്ട നെയ്യ് എടുക്കുന്നത്. മലബന്ധം, പിന്നെ വായുവിന് സ്മെല്ല്, മലത്തിന് സ്മെല്ല്, ഈ രോഗങ്ങൾക്ക് വേണ്ടി പൂവരസും പട്ട നെയ്യ് തയ്യാറായി കഴിഞ്ഞ്. രോഗത്തിൻ്റെ പേര് പിത്ത സ്ലേർപ്പന ക്ഷയം എന്നാണ്. 3 നാഡികൾക്കും ബലം ക്ഷയിച്ചും കൊണ്ടുള്ള രോഗമാണ്. പരുവായി കഴിഞ്ഞ് ഇറക്കുകയാണ്. ഇനി ഇത് രോഗിക്ക് കുടിക്കാൻ കൊടുക്കുന്നതാണ് ജോലി. മെഴുകായി, ഇതാണ് പരുവം. മെഴുക് മുറ്റും പരുവമാണ്. ഇറക്കുകയാണ്.